കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ പ്രവർത്തകരും പ്രയത്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തി കേന്ദ്രയിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. സമ്മേളനത്തിൽ ടി.ജെ. ജോസഫിനും പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. ഒരു മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്ന ഒരു വാക്കുപോലും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായി. ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പരിപാടിക്ക് ശേഷം 1:30 കൂടിയാണ് നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിൽ ബിജെപി പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത്. അദ്ദേഹം ആദ്യഘട്ടം മുതൽ, അതായത് വേദിയിലേക്ക് എത്തിയ നരേന്ദ്രമോദിയെ കെ സുരേന്ദ്രൻ സ്വീകരിച്ചത് അമ്പും വില്ലും നൽകി, തേക്കിൽ നിർമ്മിച്ച അമ്പും വില്ലും നൽകിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ചത്. പിന്നീട് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു. രാവിലെ മുതൽ തന്നെ ധാരാളം പ്രവർത്തകർ ഈ ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എത്തുമ്പോൾ നിറഞ്ഞ ഒരു സദസ്സാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹം തൃപ്പയാറിലും ഒപ്പം തന്നെ ഗുരുവായൂർ അടക്കമുള്ള ഇടങ്ങൾ സന്ദർശിച്ചതിൽ നിന്നും അദ്ദേഹം വളരെയധികം സ്നേഹം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ബിജെപി വളരെ ശക്തമായ ഒരു പാർട്ടിയായി വളരുന്നു എന്നതിന്റെ സൂചനയാണ് തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്. ആ വികസന നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ ഇടപെടണം എന്നുള്ള ആഹ്വാനമാണ് പ്രധാനമായും ഈ യോഗത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു വേണം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത വരുത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. ഈ യോഗത്തിൽ അദ്ദേഹം പ്രധാനമായും മറ്റൊന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തൃപ്പയാർ ക്ഷേത്രത്തിലെ ദർശനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളത്തിൽ നാലമ്പല ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം ഇന്നത്തെ വേദിയിൽ ഇവിടെ മറൈൻ ഡ്രൈവിൽ പറയുകയുണ്ടായി. എന്തായാലും പ്രധാനമായും അദ്ദേഹം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അതിൽ കൃത്യമായ ഒരു സീറ്റ് തുറന്നുകൊണ്ട് കേരളത്തിൽ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യം ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കൃത്യമായ ഒരു ആധിപത്യമോ മേൽക്കോയ്മയോ നേടാൻ ബിജെപി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കർണാടകം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും അക്കൌണ്ട് തുറക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായ ഒരു ശ്രമം ഇത്തവണ ഉണ്ടാവണം എന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരുപക്ഷെ ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ രാജ്യത്ത് തന്നെ ആദ്യമായാകും നരേന്ദ്രമോദി ഇത്തരത്തിൽ ബൂത്ത് ലെവലിൽ തന്നെയുള്ള പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനായി നിർദ്ദേശിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശം അതുകൊണ്ട് തന്നെ അത് പ്രവർത്തകരിൽ ആ ഒരു കൂടിക്കാഴ്ച വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനോ മറ്റ് കാര്യങ്ങളിലേക്കോ നീങ്ങിയില്ല എന്നുള്ളതാണ്. മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും 1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചേർക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ കൃത്യത പാലിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് നരേന്ദ്രമോദി 1 മണിക്കൂർ നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം മറൈൻ ഡ്രൈവിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.